Rahulji to inaugurate this victory facilitation. രാഹുൽജി അവസാനമാണ് ബാക്കിയുള്ള രാഹുൽജി സംസാരിക്കുന്നതിന് മുമ്പായി ഏതാനും വാക്കുകൾ പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് UDF കൺവീനർ. ഏറെ ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി, ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA, മറ്റ് ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, ഒരു പ്രസംഗത്തിന് വേണ്ടിയുള്ള ഒരവസരമല്ല. പക്ഷേ നമ്മൾ ഇവിടെ ഒത്തുചേർന്നത് നമ്മളുടെ ഒരു ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം വലിയ സന്തോഷത്തോടുകൂടി രാഹുൽജി ഇവിടെ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല. അടുത്ത ദൗത്യത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ ദൗത്യമെന്ന് പറയുന്നത് 2026 കേരളത്തിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം നമുക്കുണ്ടാക്കിയെടുക്കുവാൻ നമുക്കേവർക്കും കഴിയണം. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരായ സഹോദരിമാർ, സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും അണിചേർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, മുൻ KPCC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ്, ഏറെ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല. യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, ആരാധ്യനായ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിജി, വേദിയിലെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിൽ എപ്പോഴും പറഞ്ഞു വരാറുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം എപ്പോഴും ലഭിക്കുന്നത് എന്നാണ്. 2010 നമ്മൾ ആ ധാരണ തിരുത്തി എഴുതി. ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഐതിഹാസികവും ചരിത്രപരവുമായൊരു വിജയം നേടിയെടുത്ത ഞങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുവാനും അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ഇനിയും ധാരാളം തിരുത്തലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ വലിയ ഒരു പോരാട്ടത്തിന് മുമ്പിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഈ വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ജനങ്ങളെ കൊണ്ട് താഴെയിറക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എല്ലാവിധ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട്, എല്ലാ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും നടത്തിയ പോരാട്ടം ഒരു ഫലസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ്. ഒരു സംശയവും വേണ്ട ആർക്കും. പലർക്കും സംശയമുണ്ടെന്ന് എനിക്കറിയാം. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2026 ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 100 സീറ്റിലേറെ നേടി നമ്മളിവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇവിടെ ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് LDF, രണ്ടുപേരും ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളും അന്തർധാരകളെയും തോൽപ്പിച്ചുകൊണ്ടൊരു വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. കേരളത്തെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അന്തർധാര ശക്തമാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ളതാണ് അവരുടെ ലക്ഷ്യം. യുഡിഎഫിനെ തോൽപ്പിക്കാനുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെയുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് നേരെ നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, സംസാരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, നാട്ടിലെ ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് മുന്നിട്ടുകൊണ്ട് പോരാടുന്നത്. പാർലമെന്റ് നടത്താൻ സമ്മതിക്കാതെ എംപിമാരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന, നാടിനെ വർഗീയതയിലേക്കും വിഭജനത്തിലേക്കും എത്തിക്കുന്ന ബിജെപിക്കെതിരെ പോരാടുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പോരാട്ടം രാഹുൽജി നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കേരളത്തിൽ യുഡിഎഫിന്റെ ഭരണം തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയിച്ചു വന്നവരും മത്സരിച്ചവരുമായ എല്ലാ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.